തൃശൂർ നഗരഹൃദയത്തിൽ നല്ല പ്രൈവസിയോട് കൂടിയ ഗാർഡൻ ഹോം. ആർക്കിടെക്ട് ബ്രിജേഷ് ഉണ്ണി ഡിസൈൻ ചെയ്ത 5 സെന്റിൽ 3 കാർ പാർക്കിംഗ്, 3 ബെഡ്റൂം, ബാൽക്കണി, ഹോം തിയേറ്റർ സ്പേസ്. ചുരുക്കി പറഞ്ഞാൽ ഇതാണ് മിഥുൻ ഐശ്വര്യ ദമ്പതികളുടെ നീലാമലത്തൊടി എന്ന മനോഹര വീട്. ഹൗസ് നമ്പർ 1ന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ വീട് പണിയാനല്ല, പ്ലാൻ ചെയ്യാനാണ് കൂടുതൽ സമയം. അപ്പോൾ ഞങ്ങളന്ന് കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് വീടിൻ്റെ ഒരു ക്വാണ്ടിറ്റീനെ കുറിച്ചായിരുന്നു. വീട് എത്ര വലിപ്പം വേണം, വീടിന് എത്ര റൂം വേണം, ബാത്റൂം വേണം, അങ്ങനെ അത്തരം കാര്യങ്ങളിലായിരുന്നു ഞങ്ങൾ. അദ്ദേഹം ആദ്യം ചോദിച്ചൊരു ചോദ്യം, ഇത് നിങ്ങൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ വീട് എന്നാണ് ചോദിച്ചത്. ലിവിങ് ഏരിയ ഗംഭീരമായിട്ട് ക്രോസ് വെന്റിലേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. അതെങ്ങനെ ക്രോസ് വെന്റിലേഷൻ കൊടുത്തെന്ന് വെച്ചാൽ, അതിഥികൾ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ ഒരു ഓപ്പൺ കിച്ചൺ കാണുന്നില്ല എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. ഇത് ഇത്രയും മൈന്യൂട്ടായിട്ട് ഒരാൾ ശ്രദ്ധിക്കുമെന്ന് അറിയില്ല, പക്ഷേ ഇത് ആർക്കിടെക്ട് ചെയ്തിട്ടുണ്ട്. നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡോറ്. വീണ്ടും പറയട്ടെ, ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ഈ ഒരു 5 സെന്റ് സ്ഥലത്താണ്. വെറും 2200 സ്ക്വയർ ഫീറ്റ് വീട്ടിലാണ് ഇത്രയും സ്പേസുകളൊക്കെ ചെയ്തിട്ടുള്ളത്. പെഡസ്ട്രിയൻ എൻട്രി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒറ്റനോട്ടത്തിൽ മതിലാണെന്ന് തോന്നുന്ന രീതിയിലുള്ള വലിയ ഗേറ്റ് തന്നെയാണ്. ഗസ്റ്റ് പാർക്കിങ്ങിന് വേണ്ടി മാത്രം ഉപയോഗിക്കാവുന്ന രീതിയിലാണ്. പ്ലോട്ടിൽ ഒരു കോർണർ ഗേറ്റ്, അതാണ് ഈ കാണുന്നത്. വളരെ ഈസിയായി തുറക്കാവുന്നതും 2 കാറുകൾ പാർക്ക് ചെയ്യാവുന്നതുമായ ഒരു ഫെസിലിറ്റിയാണ് ഇവിടെ. പെഡസ്ട്രിയൻ എൻട്രി കടന്ന് വരുന്ന ആളുകൾക്ക് നേരെ കാണാൻ പറ്റുന്നത് വലിയൊരു ഗ്ലാസ് കനോപ്പിയാണ്. ഇവിടെ പ്ലാന്റ് ഒക്കെ വെച്ച് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. മുകളിലത്തെ ഈ ഒരു വർക്കിന്റെ ഭംഗി കൊടുക്കാനാണ് ഇവിടെ ഇങ്ങനത്തെ ഡിസൈനൊക്കെ കൊടുത്തിട്ടുള്ളത്. അത് വളരെ നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. UPVC വിൻഡോകളാണ് കൊടുത്തിട്ടുള്ളത്. സാധാരണ അലുമിനിയം വിൻഡോകൾ കൊടുക്കുന്നതിനേക്കാൾ അല്പം പ്രൈസ് കൂടിയാലും ഡ്യൂറബിലിറ്റിയും ഉപയോഗിക്കാൻ വളരെ ഈസിയും UPVC വിൻഡോ തന്നെയാണ്. അതിന് യാതൊരു സംശയമില്ല. തുടക്കത്തിൽ പറഞ്ഞു 2200 സ്ക്വയർ ഫീറ്റിൽ താഴെയാണ് ഈ ഒരു ലാൻഡിന്റെ വിസ്തീർണം എന്ന് പറയുന്നത്. അപ്പോഴും നമ്മൾ 2200 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് നിൽക്കുന്നത്. നേരെ ഒരു ഫോയറിൽ അവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് അപ്പുറത്ത് നോക്കിയാൽ ഇതൊരു പൂജാ മുറിയാണ്. ഇവിടെ വളരെ സിമ്പിളായിട്ട് ചെറുതായിട്ട് നമ്മുടെ ഗണപതിനൊക്കെ വെച്ചിട്ടുണ്ട്. ക്രോസ് വെന്റിലേഷൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആക്കി കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു കാര്യമാണ് ഇത്. ഇത്രയും മൈന്യൂട്ടായിട്ട് ഒരാൾ ശ്രദ്ധിക്കുമെന്ന് അറിയില്ല, പക്ഷേ ഇത് ആർക്കിടെക്ട് ചെയ്തിട്ടുണ്ട്. നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡോറ്. ഇതിവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നേരെ ഒരു ഗ്ലാസ് ഇട്ടാൽ മതിയായിരിക്കും, ധാരാളം. അങ്ങനെ നമ്മൾ ചിന്തിക്കുകയുള്ളൂ, നമ്മുടെ വർക്കേഴ്സും അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. പക്ഷെ അത് കറക്റ്റായിട്ട് ഓപ്പൺ ചെയ്ത് വെക്കാം. ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് വരെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ചെറിയൊരു കാര്യമാണ്, പക്ഷെ അതൊന്നും ഈ നമ്മൾ പറയില്ലേ, ടേക്കിംഗ് കെയർ ഓഫ് സ്മോൾ തിങ്സ് എന്ന് പറയുന്ന പോലെ വളരെ സുഖകരമായ ഒരു അവസ്ഥ ഉണ്ടാക്കുന്നത് ഇത്ര കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലെ ശ്രദ്ധയാണ്. ലിവിങ് ഏരിയ ഗംഭീരമായിട്ട് ക്രോസ് വെന്റിലേഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. അതെങ്ങനെ ക്രോസ് വെന്റിലേഷൻ കൊടുത്തെന്ന് വെച്ചാൽ, നമ്മൾ നിന്നാൽ നമ്മുടെ തല മാത്രം കാണാവുന്ന രീതിയിലാണ്. അത്രയും പ്രൈവസിയാണ് ഇതിലുള്ളത്. ഒരു ബ്ലൈൻഡ്സ് വിൻഡോ കൂടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഡ്യുവൽ ടോൺ കളറിലുള്ള ഗംഭീര സോഫ വിത്ത് കുഷ്യൻ കൊടുത്തിട്ടുണ്ട്. അതിനനുസൃതമായ ഒരു ടീപ്പോയാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഒരു വാള് മൊത്തം ലൂവർ പാനലിംഗ് ആണ് കൊടുത്തിട്ടുള്ളത്. പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തത് വളരെ ഗംഭീരമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അത് മുകളിൽ നിന്ന് ഇറങ്ങി താഴെ ഇവിടെ എത്തുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. ശരിക്കും ഇങ്ങനെ ഒരാൾ ചിന്തിക്കുമെന്ന് വെച്ചാൽ ചിന്തിക്കില്ല, പക്ഷെ ചിന്തിച്ചു. ലിവിങ്ങും ഡൈനിങ്ങും തമ്മിലുള്ള ഒരു ഗംഭീര സെപ്പറേഷനാണ് ഈ കാണുന്നത്. നേരെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ പൂജ റൂം വളരെ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ കോണി ഇവിടെ കാണാം. ഇത് മഹാഗണിയിൽ, ട്രീറ്റഡ് മഹാഗണിയിലാണ് കോണിയുടെ എല്ലാ വർക്കും ചെയ്തിട്ടുള്ളത്. ഈ ഒരു പൈപ്പിന് പറയുന്ന പേര് പോളിഷ്ഡ് റാഡ് എന്നാണ്. അപ്പോൾ ചില ആളുകൾക്കൊന്നും ഇതിനെക്കുറിച്ചിട്ട് അറിയാതിരിക്കുന്ന ആളുകളുണ്ടാവും. പോളിഷ്ഡ് റാഡ് ഉപയോഗിച്ചിട്ടാണ് ഈ ഇതിൻ്റെ ഹാൻഡ് റെയിൽ നിർമ്മിച്ചിട്ടുള്ളത്. മുകളിൽ വുഡിൻ്റെ തന്നെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല വിസിബിലിറ്റി കിട്ടുന്ന ഏരിയയാണ്. പക്ഷേ ഞെട്ടിക്കുന്ന കാര്യം അതല്ല, അതിനപ്പുറത്തെ ഒരു സ്പേസ് ഉണ്ട്. നമ്മൾ എപ്പോഴേലും ഗസ്റ്റൊക്കെ വരുന്ന സമയങ്ങളിൽ അവർക്ക് അഡീഷണൽ അവരുടെ കുട്ടികൾക്ക് കളിക്കാനോ നമുക്ക് തന്നെ എന്തെങ്കിലുമൊക്കെ പുസ്തകങ്ങളൊക്കെ വായിച്ചിരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇവിടെ വളരെ ഭംഗിയായിട്ടൊരു കോട്ട് ബെഡ് സ്റ്റോറേജുള്ള ഒരു ഗംഭീര സ്റ്റോറേജുള്ള ഒരു കോട്ട് ഒരുക്കിയിട്ടുണ്ട്. അവിടെയും ക്രോസ് വെന്റിലേഷൻ ഉണ്ട്. അവിടെ ഇഷ്ടംപോലെ വെളിച്ചം ഉള്ളിലേക്ക് കടക്കുന്ന രീതിയിലാണ്. ശരിക്കും പകൽ സമയങ്ങളിൽ ഒരു ലൈറ്റുകളും ഓൺ ചെയ്യണമെന്നില്ല. നമ്മളിപ്പോൾ ഇതിനകത്ത് വലിയ ലൈറ്റുകളൊന്നും ഓൺ ചെയ്തിട്ടില്ല. അതിഥികൾ വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഈ ഒരു ഓപ്പൺ കിച്ചൺ കാണുന്നില്ല എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. അപ്പോൾ നേരെ അതിൻ്റെ മുകളിൽ ഇതുപോലെ ഗ്ലാസ് ഏരിയ കൊടുത്തിട്ടുണ്ട്. വെളിച്ചം ഉള്ളിലേക്ക് ധാരാളം വരും. പ്ലൈവുഡ് മൈക്ക, UPVC ഒക്കെയാണ് ഇതിനെ ഉപയോഗിച്ചിട്ടുള്ളത്. ഫുൾ ബോഡി ടൈലാണ് ചെയ്തിട്ടുള്ളത്. അത് കോസ്റ്റ് എഫക്റ്റീവ് ആണ്, കാണാനും ഭംഗിയായിട്ടുണ്ട്. ചിപ്പ് ചെയ്ത് പോകുന്ന ആ ഒരു പ്രശ്നം ഇതിൽ വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ലോഫ്റ്റിൻ്റെ മുകളിൽ ചെറിയ ഫ്രീ സ്പേസ് കൊടുക്കലുണ്ട്. അപ്പോൾ ഈ മുകളിലത്തെ ഭാഗങ്ങളിലൊക്കെ ആ ഫ്രീ സ്പേസിൽ നേരെ ചുമര് മുഴുവൻ നിൽക്കുന്ന രീതിയിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഹാൻഡിൽലെസ് ആണ്. അപ്പോൾ ഹാൻഡിൽ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. 45-ൽ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഹാൻഡിലിൻ്റെ ആ ഒരു പ്രശ്നം
ഒഴിവാക്കിയിട്ടില്ല, അല്ലെങ്കിൽ ഹാൻഡ് ലേബിൾ വെക്കേണ്ടി വരും. മൈക്ക ലാമിനേഷൻ തന്നെയാണ്, വൈറ്റ് ഗ്ലോസി മൈക്ക ലാമിനേഷൻ തന്നെയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. എത്ര വേനൽക്കാലത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫെബ്രുവരിയിലാണ് ഷൂട്ടിംഗ് ഉള്ളത്, നല്ല വെയിലാണ് പുറത്ത്, പക്ഷേ ഇതിനകത്തൊരു ചൂടില്ല. ഇതിനകത്ത് ഇഷ്ടം പോലെ ഈ ക്രോസ് വെന്റിലേഷൻ ഉള്ളതുകൊണ്ട് ഇത് നല്ല ഒരു സുഖമായിട്ട് നമുക്കൊരു ഫാൻ ഇടാതെ തന്നെ അതിനകത്ത് നിൽക്കാൻ കഴിയുന്നുണ്ട്. ഇവിടുന്ന് ഈ കൊടുത്തിരിക്കുന്ന ഈ ക്രോക്കറി ഷെൽഫാണ്. അപ്പോൾ ക്രോക്കറി ഷെൽഫ് പ്ലസ് ഒരു ഡെക്കറേറ്റീവ് ആയിട്ടാണ് ക്രോക്കറി ഷെൽഫ് കൊടുത്തിട്ടുള്ളത്. സ്റ്റോർ ചെയ്യുകയും ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് കാണുമ്പോൾ ഒരു ഭംഗിയുമാണ്. അത് ഇവിടെ പ്ലൈവുഡ് മൈക്കയിലാണ് ചെയ്തിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇവിടെ ചെയ്തിട്ടുണ്ട്. അത് അധിക ഹൈറ്റ് ഇല്ല, ഒരു മിനിമം ഹൈറ്റിലാണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യമാണെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കാം. ചെറിയ 5-3 ഡൈനിങ് ടേബിളാണ്. ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ ഇതുപോലെ ഒരു സൈഡിൽ ബെഞ്ചും ഒരു 4 ചെയറും ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ടേബിളിൻ്റെ ആ ഏരിയയിൽ തന്നെയാണ് വളരെ ഗംഭീരമായിട്ട് ഒരു സീലിംഗിൽ നിന്ന് ഇറങ്ങി വരുന്ന രീതിയിൽ പ്ലൈവുഡ് മൈക്ക് ഉപയോഗിച്ചിട്ട് ഒരു ഗംഭീര TV യൂണിറ്റിൻ്റെ ആ സ്പേസ് കൊടുത്തിട്ടുള്ളത്. TV വെച്ചിട്ടുണ്ട്, മുകളിൽ സിമ്പിളായിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, അതും വളരെ നന്നായിട്ടുണ്ട്. ചെറിയൊരു കാര്യം കണ്ടില്ലേ, ഇവിടെ ഒരു ചെറിയൊരു ഭാഗം ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഒഴിവാക്കാൻ പറ്റാവുന്ന ഒരു ഭാഗമായിരുന്നു, പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ശരിക്കും ഇതിനൊരു ഭംഗി വന്നത്. സോഫ കമ്പട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. നല്ല ഒരു TV യൂണിറ്റ് ഇവിടെ നല്ല രീതിയിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ സിമ്പിളായിട്ടുള്ള TV യൂണിറ്റാണ് കേട്ടോ. 3 ബെഡ്റൂമാണുള്ളത്. താഴത്തൊരു ബെഡ്റൂം, മുകളിൽ ഇതാ 2 ബെഡ്റൂം. അതിൽ ഈ ബെഡ്റൂമിൽ ഇഷ്ടം പോലെ ഇത് ജനല അടച്ചിട്ടില്ല കേട്ടോ. ഇതിനുള്ളൊരു മോസ്കിറ്റോ നെറ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. കാക്കകളെ പോലെയാണ് കാറ്റെന്ന് അറിയും. ഒരു സൈഡിൽ കൂടെ കാക്ക വരണമെങ്കിൽ അപ്പുറത്തെ സൈഡിൽ സ്പേസ് നോക്കും. ആ സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമാണ് കാറ്റും കാക്കയും കടന്നു വന്നു പോവുള്ളൂ. അതുപോലെയാണ് ഇവിടെ ഈ ഒരു ഭാഗം ചെയ്തിട്ടുള്ളത്. അടിപൊളി ബെഡ് സിമ്പിളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ബാക്കിലും ഒരു വിൻഡോ ഉണ്ട്, അതിങ്ങനെ നല്ലൊരു പ്രീമിയം ബ്ലൈൻഡ്സ് കൊണ്ട് മറച്ചിരിക്കുകയാണ്. ഒക്കെ UPVC വിൻഡോസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ UPVC വിൻഡോസിൻ്റെ പ്രത്യേകത വളരെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. 3 ഡോർ വാർഡ്രോബാണ് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ഡ്രസ്സിങ് ഏരിയൻ്റെ ഒരു ബിവൽ ചെയ്തിട്ടുള്ള ഗ്ലാസിൻ്റെ ആ ഒരു ഭാഗവും വളരെ നന്നായിട്ട് ഈ ഭാഗത്തുണ്ട്. ലോഫ്റ്റും നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലും ഹാൻഡ്ലെസ് ആണ് എല്ലാ ഭാഗങ്ങളും ചെയ്തിട്ടുള്ളത്. 5 സെന്റിൽ പണിത സ്ഥലത്താണ് ഈ ഒരു ഗംഭീര ബാത്റൂം സ്പേസ് ഉള്ളത്. സ്പേസ് യൂട്ടിലൈസേഷൻ എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചേർന്നിട്ടാണ്. ഡ്രൈ ഏരിയ മെറ്റ് ഏരിയയും കൃത്യമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇതൊരു എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 1.5 ഇഞ്ചോളം താഴ്ത്തിയാണ് വെറ്റ് ഏരിയ ചെയ്തിട്ടുള്ളത്. പാർട്ടീഷനും നന്നായി കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്യാവുന്ന ഒരു വെന്റിലേഷൻ മുകൾ വസ്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ആ ഒരു എക്സോസ്റ്റ് ഫാനും കൊടുത്തിട്ടുള്ളത്. നേരെ അടുത്ത ബെഡ്റൂമിലേക്ക്. ഈ ബെഡ്റൂം കുറച്ചുകൂടി മാസ്റ്റർ ബെഡ്റൂം എന്നൊക്കെ പറയാവുന്ന ഇതിലുള്ള ഒരു ബെഡ്റൂമാണ്. ബെഡ്റൂമിനോട് ചേർന്നിട്ടുള്ള ഒരു ഗാർഡൻ ബാൽക്കണിയാണ് നമ്മൾ ഈ കാണുന്നത്. മഡിന്റെ ജാലിയാണ്. ആ ജാലി ഇങ്ങനെ കൃത്യമായി വൈറ്റ് തടിച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവിടുന്ന് പെട്ടെന്ന് ഉള്ളിലേക്ക് നോട്ടൊന്നും എത്തില്ല. അതുമാത്രമല്ല നല്ല വായു ഉള്ളിലേക്ക് കടക്കും. ഇവിടെ കുറച്ച് പ്ലാന്റുകൾ ഭംഗിയായിട്ട് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു സ്പേസ് ശരിക്കും നല്ലൊരു പ്ലാനിങ്ങിൻ്റെ ഭാഗമാട്ടോ. ഇവിടെ നമുക്ക് ഇരിക്കാനും നമ്മുടെ ഇതിൻ്റെ ഒരു എക്സോസ്റ്റ് ചെയ്യാവുന്ന തരത്തിലാണ് ഇതിൻ്റെ ഒരു പ്ലാനിങ് ഉള്ളത്. മുകളിൽ ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത്. വീണ്ടും പറയട്ടെ, ഇതൊക്കെ ചെയ്തിട്ടുള്ളത് ഈ ഒരു 5 സെൻറ്റ് സ്ഥലത്താണ്. വെറും 2200 സ്ക്വയർ ഫീറ്റ് വീട്ടിലാണ് ഇത്രയും സ്പേസുകളൊക്കെ ചെയ്തിട്ടുള്ളത്. ആവശ്യമെങ്കിൽ ഒരു കർട്ടൻ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കർട്ടൻ പെൽമെറ്റ് ഇവിടെ കൃത്യമായി ചെയ്തു വെച്ചിട്ടുണ്ട്. കർട്ടൻ കൊടുത്തിട്ടില്ല, ആവശ്യമാണെങ്കിൽ കൊടുക്കാം. എല്ലാ വീടുകളുടെയും ബെഡ്റൂമിൽ കാണുന്ന പ്രധാന തലവേദന എന്ന് തന്നെ പറയാം നമ്മുടെ മുഷിഞ്ഞ ഡ്രസ്സുകൾ, അതുപോലെ ഡ്രസ്സുകൾ ഇരിക്കുന്നത് ഒരു അഭംഗിയാണ്. അതിനുള്ള ഒരു ശാശ്വത പരിഹാരമാണ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് റൂമും വാർഡ്രോബ് ഏരിയയും ഈ മാസ്റ്റർ ബെഡ്റൂമിൽ കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബ് കാറിനുള്ളിലേക്ക് വന്നപ്പോൾ ഡ്രസ്സിംഗ് ഏരിയ കൃത്യമായിട്ട് കിട്ടി. വാർഡ്രോബിന്റെ ഗ്ലാസ് കൂടെ ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഇതാണ് മാസ്റ്റർ ബെഡ്റൂമിന്റെ വാഷ്റൂം. സെക്കൻഡ് ഫ്ലോറിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത് കേട്ടോ. അപ്പം 3 ഫ്ലോറാണ്, ഗ്രൗണ്ട്, ഫസ്റ്റ്, സെക്കൻഡ് ഫ്ലോറാണ് നമ്മളിപ്പോൾ ഉള്ളത്. സെക്കൻഡ് ഫ്ലോർ ഇതുപോലെ സ്റ്റോറേജ് സ്പേസ് ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട്. ശരിക്കും നമ്മുടെ എല്ലാ വീടിനും ഇത്തരത്തിലുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു സ്പേസ് വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ലെക്സസ് കാറിന്റെ പരസ്യത്തിൽ പറയും അറ്റൻഷൻ ഓഫ് ഡീറ്റെയിൽ എന്ന്. അത്തരത്തിലൊരു അറ്റൻഷൻ ഓഫ് ഡീറ്റെയിൽ ആണ് നമ്മൾ ഈ കാണുന്നത്. നമ്മുടെ വീട്ടിലെ ഭക്ഷണത്തിന്റെ മുഴുവൻ ഉണങ്ങാത്ത ഡ്രസ്സിന്റെ ഒക്കെ ഫൗൾ സ്മെല്ലുകൾ ഓരോ വീടുകളിലും ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള വീടുകളിലൊക്കെ അതിൻ്റെ ഒരു സ്മെൽ തങ്ങി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ഈ ക്രോസ് വെന്റിലേഷൻ കൃത്യമായി കൊടുത്തതുകൊണ്ട് ഈ വീട്ടിൽ അത്തരത്തിൽ നമ്മൾ മനഃപൂർവ്വം വിചാരിച്ചാൽ പോലും ആ ഒരു സ്മെൽ നിലനിൽക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഒരു എയർ സർക്കുലേഷൻ ഉള്ള ഒരു വീടായിട്ട് ഇത് മാറും. അപ്പോൾ ചെറിയൊരു കാര്യമാണ്. അപ്പോൾ അത്രയും ഭാഗത്ത് ഗ്ലാസ് കൊടുത്തിട്ട് ചെറിയ ഭാഗത്ത് നെറ്റ് കൊടുത്തത് ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്. അപ്പോൾ ചെറിയൊരു കാര്യമാണ്. അതുപോലെ അതേ സൈഡിൽ അതേപോലെ അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങോട്ട് ക്രോസ് ആയിട്ട് അവിടെ അതുപോലെ തന്നെ ഒരു ഗ്ലാസ് പ്ലസ് മോസ്കിറ്റോ നെറ്റാണ് ചെയ്തിട്ടുള്ളത്. ഹോം തിയേറ്റർ റൂമാണിത്. ഗംഭീരമായിട്ട് കൊടുത്തിട്ടുണ്ട്. മുകളിൽ ലൈറ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹോം തിയേറ്റർ എപ്പോൾ വേണമെങ്കിലും നമുക്കിവിടെ ഫിക്സ് ആക്കാം. അത്യാവശ്യം സ്പേസ് ഉള്ള നല്ല നീറ്റായിട്ടുള്ളൊരു ഹോം തിയേറ്റർ റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ആ ഹോം തിയേറ്റർ നേരെ പുറത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ആവശ്യമാണെങ്കിൽ പുറത്തുനിന്ന് വന്നിരിക്കാം, ഊഞ്ഞാലാടാം,
ശരിക്ക് ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറിൽ വന്നിരുന്ന ഇതുപോലെ കാറ്റ് കൊണ്ട് വളരെ സുഖമായി നമുക്ക് ഇരിക്കാം. നമ്മൾ വളരെ നല്ല ഏറ്റവും നല്ലൊരു പ്രൈവറ്റ് സ്പേസ് ആയിട്ടാണ് ഈ വീട്ടിൽ ഇത് കണക്കാക്കേണ്ടത്. ഇവിടെയും കുറച്ച് നല്ല പ്ലാന്റുകളൊക്കെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഗ്ലാസ് ഇട്ടിരിക്കുകയാണ്. നമുക്ക് മഴ ആസ്വദിച്ച് പ്രൈവറ്റായിട്ട് ഇരുന്ന് സമയം ചെലവഴിക്കാനുള്ള സ്ഥലമാണ്. അതിനും ഗംഭീര ഒരു ഊഞ്ഞാലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ ഒരു സിറ്റിയുടെ ഒത്ത നടുക്കാണ് ഈ ഒരു വീടുള്ളത്. അപ്പോൾ വളരെ പ്രൈവസിയോട് കൂടി ഇവിടെ ഇരിക്കാനുള്ള ഒരു സ്പേസാണിത്. വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് ഇത്രയും വലിയ സിറ്റിയിൽ വെറും 5 സെൻറ്റിൻ്റെ ഉള്ളിൽ ഇത്രയും പ്രൈവറ്റ് ആയിട്ട് ഇരിക്കാവുന്ന നല്ല രസമായിട്ടുള്ളൊരു ഗാർഡനോട് കൂടി ഊഞ്ഞാലാടി ഈ പ്രൈവറ്റ് സ്പേസിൽ ഇരിക്കാം. അത് വീണ്ടും വീണ്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. വെറും 5 സെൻറ്റിലാണ് ഈ ഒരു വിസ്മയം തീർത്തിരിക്കുന്നത്. ഒരു കോൺക്രീറ്റ് കെട്ടിടത്തിൽ നിന്ന് മാറി ഒരു വീട് നമ്മൾ ഇതുപോലെ ഹോം ടൂറൊക്കെ ചെയ്തപ്പോൾ വളരെ സന്തോഷം. നല്ലൊരു ഫീല് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ കാണുന്ന ആളുകൾക്കും അതേ ഒരു ഫീല് കിട്ടിയിട്ടുണ്ടാവും. അപ്പം നമ്മളൊരു വീട് പണിയുമ്പോൾ ഇത്തരത്തിലൊക്കെ ആവണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. ഞാൻ വീണ്ടും പറയുന്നു, ഒരു എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരാൾക്ക് വീട് വർക്ക് ചെയ്യാൻ കൊടുക്കുക. ഇനി ഒരു കാര്യം കൂടി, ഈ വീട്ടിൽ താമസിക്കുന്ന ഒരാൾക്ക് ഈ വീടിനെ കുറിച്ചിട്ട് ഇത് ചെയ്ത ആളെ കുറിച്ചിട്ട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതൊരു നല്ലൊരു ടെസ്റ്റിമോണിയലായിരിക്കും. നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവട്ടെ. ഗ്രാറ്റിറ്റ്യൂഡ് മനോഭാവത്തിൻ്റെ ഭാഗമായിട്ടോ എങ്ങനെയോ ഈ ഒരു വീട് തന്നതിന് എനിക്ക് തന്നെ വളരെ സന്തോഷം. ഈ ഒരു വീടിൻ്റെ ഒരു ഹോം ടൂർ ചെയ്തപ്പോൾ അപ്പോൾ നമ്മൾ വിധുൻ ഭായിയോട് ഈ ഒരു വീടിനെ കുറിച്ച് ചോദിക്കാം. IT പ്രൊഫഷണലാണ്, വർക്ക് അറ്റ് ഹോം ആണ്. അപ്പോൾ എങ്ങനെയാണ് ഈ 5 സെൻറ്റിലെ വീട്ടിലേക്ക് പോകാൻ എന്താ ഒരു കാരണം? നിങ്ങളുടെ ഓൺ പ്ലോട്ട് ആയിരുന്നു, അത് വാങ്ങിച്ചാണോ? ഫസ്റ്റ് ഓഫ് ഓൾ ഈ സ്ഥലം മേടിക്കുമ്പോൾ ഒരു ചെറിയൊരു വീട് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു പഴയ വീടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കത് പൂർണ്ണമായും പൊളിച്ച് അതിൻ്റെ ഒരു അവശിഷ്ടം പോലും ഇല്ലാത്ത ലെവലിൽ പുതിയൊരു വീട്, കാരണം ഒരുപാട് പഴയതായിരുന്നു അത്. അപ്പോൾ അങ്ങനെയായിരുന്നു ഈ വീടിൻ്റെ ഒരു ആരംഭം തുടങ്ങിയത്. പിന്നെ വീടിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾ ഏകദേശം ഒരു 3 വർഷം മുൻപാണ് ഇങ്ങനൊരു വീടിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് കാണുന്ന ഈ വീടിൻ്റെ ഒരു വിഷ്വലൊന്നും ഞങ്ങൾക്ക് അന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളന്ന് കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത് വീടിൻ്റെ ഒരു ക്വാണ്ടിറ്റീനെ കുറിച്ചായിരുന്നു. വീട് എത്ര വലിപ്പം വേണം, വീടിന് എത്ര റൂം വേണം, ബാത്റൂം വേണം, അങ്ങനെ അത്തരം കാര്യങ്ങളിലായിരുന്നു ഞങ്ങളുടെ ഫോക്കസ് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഫസ്റ്റ് ചെയ്തത്, ഞങ്ങൾക്ക് അന്നൊരു ധാരണ ഉണ്ടായിരുന്നു, ഞങ്ങൾക്കൊരു മിനിമം ധാരണ ഉണ്ടായിരുന്നു, ഒരു ആർക്കിടെക്റ്റിനെ ഫസ്റ്റ് മീറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾക്ക് വളരെ നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള ഒരു ആർക്കിടെക്റ്റിനെ ഞങ്ങൾ ആദ്യം സമീപിച്ചു. ബ്രിജേഷ് സാറാണ്. അദ്ദേഹത്തെ ആദ്യം ഞങ്ങൾ വേറെ ഒരാളുടെ അടുത്തും കൺസൾട്ടിങ്ങിനോ ഒന്നും പോയില്ല. ഡയറക്റ്റ് ഞങ്ങൾക്ക് വളരെ നല്ല ഫീഡ്ബാക്ക് കിട്ടിയത് കാരണം ഞങ്ങൾ നേരിട്ട് അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്യുമായിരുന്നു. അപ്പോൾ ആ ഒരു എനിക്ക് തോന്നുന്നു ഒരു സൺഡേ തോന്നുന്നു ഞങ്ങളൊരു ഏകദേശം ഒരു 2 മണിക്കൂറോളം ഒരു ഇനീഷ്യൽ ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ആക്ച്വലി അതൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു. അതൊരു വീടിനെ കുറിച്ച് മാത്രമല്ല, നമ്മളുടെ ഒരു പെർസ്പെക്റ്റീവ് തന്നെ മാറിപ്പോയി ആ ഒരു ഈ ഡിസ്കഷനിൽ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മളൊരു വിഷ്വലി ചെയ്തതിലൊരു ക്വാണ്ടിറ്റി മാത്രം പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളൊരു വീടിനെ കുറിച്ചായിരുന്നു അന്ന് നമ്മളുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു വീട്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ അദ്ദേഹത്തുമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം ആദ്യം ചോദിച്ചൊരു ചോദ്യം, ഇത് നിങ്ങൾക്ക് താമസിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ലേ വീട് എന്നാണ് ചോദിച്ചത്. അപ്പോൾ അതെ, ഓഫ് കോഴ്സ് നമ്മൾ ജീവിച്ചിരിക്കുന്നിടത്തോളം നമ്മൾ അച്ഛനും അമ്മയും വൈഫും കുട്ടികളൊക്കെ ആയിട്ട് താമസിക്കേണ്ട വീട് തന്നെയാണ് ഇതെന്നായിരുന്നു എൻ്റെ മറുപടി. അപ്പോൾ എൻ്റെ മനസ്സിലൊരു വിഷ്വൽ, നമ്മളൊരു ഐഡിയ പറയുന്നു, ക്വാണ്ടിറ്റി പറയുന്നു. അപ്പോൾ ആർക്കിടെക്റ്റ് ഒരു 3-4 ഡെമോ കാണിച്ചു തരുന്നു, നമ്മളൊരെണ്ണം അതിൽ സെലക്ട് ചെയ്യുന്നു. പക്ഷേ ഇത് നമ്മളൊരു കാറ് മേടിക്കുന്ന പോലെയോ സ്കൂട്ടർ മേടിക്കുന്ന പോലെയോ 5 മോഡലിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്ത് അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ അത് നിങ്ങളുടെ വീടായിരിക്കില്ല, അത് എൻ്റെയോ അല്ലെങ്കിൽ ഒരു ബിൽഡറിൻ്റെ വീടായിരിക്കും. അത് ഞങ്ങളെ ഒരുപാട് ചിന്തിപ്പിച്ചു. ശരിയാണ്, കാരണം അവർ ആർക്കിടെക്ട്സ് അത്രയും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. സാറ് ഞങ്ങളതിനെ നമ്മളുടെ വീട് എങ്ങനെയായിരിക്കണമെന്ന് സ്വപ്നം കാണാൻ നമ്മളെ പഠിപ്പിച്ചു. ഓക്കെ, സത്യം പറഞ്ഞാൽ കേരളത്തിലുള്ള ഒരുപാട് ആർക്കിടെക്ട്സിനോടൊക്കെ ഒരു റെസ്പെക്റ്റ് തോന്നുന്നതാണ്. ശരിക്കും പല ആളുകളും ഈ ഒരു കാര്യങ്ങളൊക്കെ അവഗണിച്ച് പോകാറുണ്ട്. ഒരു ആർക്കിടെക്റ്റിൻ്റെ വർക്കിനെ കുറിച്ചിട്ട് നേരത്തെ എൻ്റെ സുഹൃത്ത് ബ്രിജേഷ് ഭായി പറഞ്ഞു, ഒരു 50 ലക്ഷം 60 ലക്ഷം രൂപയൊക്കെ വീട് മുടക്കി ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്റ്റിനെ അവഗണിക്കുന്നതുകൊണ്ട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ചെറുതല്ല. ഒരുപാട് നഷ്ടം നമുക്ക് വീട് പണിയുമ്പോൾ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്റ്റിനെ തന്നെ സമീപിച്ച് വീട് ചെയ്യാൻ ശ്രമിക്കുക. ഇത് ചെയ്തിട്ടുള്ള എൻ്റെ പ്രിയ സുഹൃത്ത് ബ്രിജേഷ് ഭായിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സല്യൂട്ട് കൊടുക്കാൻ തോന്നുന്ന രീതിയിലാണ് ഈ ഒരു വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. നമ്മൾ തന്നെ അമ്പരപ്പിച്ച് കളഞ്ഞു ഈ ഒരു വർക്കിൻ്റെ ഒരു കൃത്യത, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു പ്രീ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ വീട് പണിയാനല്ല, പ്ലാൻ ചെയ്യാനാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യേണ്ടതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു.